ഹലോ, വാച്ച് വിത്ത് അഞ്ജലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അബാക്കസിൻ്റെ ഒരു ക്ലാസ്സാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ലബ്ബുകാർ നടത്തുന്ന ഒരു അബാക്കസിൻ്റെ ക്ലാസ്സിൻ്റെ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അബാക്കസിനെ പറ്റിയിട്ട് ഈ ക്ലാസ്സിലുണ്ട്. ഒന്ന് കേട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൗമ്യ ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് കേൾക്കാം കേട്ടോ. പിന്നെ എങ്ങനെയാ പഠിക്കുന്നു? വെറുതെ തല നന്നായിട്ടാട്ട് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇല്ലേ? യൂട്യൂബിൽ എങ്ങനെയത് കണ്ടിരിക്കുന്നത്? അബാക്കസ് എങ്ങനെ അതല്ലേ കണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് ഞാൻ ഈ അബാക്കസിനെ കുറിച്ച് എന്താണെന്ന് പഠിപ്പിക്കുക മാത്രം നടത്തുള്ളൂ അല്ലേ? അബാക്കസ് കൊണ്ട് എന്ത് ഗുണം? അബാക്കസിൽ എങ്ങനെയാവും ഒന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചുക അല്ലെ? നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ആ യൂട്യൂബ് ഇങ്ങനെ നീക്കുമ്പോ കളി കണ്ടിട്ടില്ലേ കുട്ടികള്? കണക്കിങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ നമുക്ക് അങ്ങനെ ആവണല്ലേ? നിങ്ങൾ സർക്കസ് കണ്ടു? സർക്കസ് ഇഷ്ടമുണ്ടോ കണക്ക്? എല്ലാവർക്കും ഇഷ്ടമാണോ കണക്ക്? കണക്ക് ഇഷ്ടമാണോ? നമ്മള് ഈ അബാക്കസ് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. ടീച്ചർ ചോദിക്കുന്നതിന് എന്ന ആൻസർ പറയണം. കാരണം നമ്മുടെ അബാക്കസ് എന്ന് പറയുന്നത് ഈ കാൽക്കുലേറ്ററിനേക്കാൾ സ്പീഡിൽ കുട്ടികളെ ചെയ്യാനാക്കണം, കണക്ക് ചെയ്യാൻ പറ്റണം. അതായത് പാരന്റ്സ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു, കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോഴേക്കും അച്ഛാ ഇതാണ് ആൻസർ അങ്ങനെ പറയാറാണ് വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതായത് നമ്മൾ ചോദിച്ച വഴിക്ക് ആൻസർ പറയാൻ പറ്റണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ടീച്ചർ ചോദിക്കുന്നതിന് അങ്ങനെ ആവാൻ പാടില്ല. ഇല്ല, എല്ലാവരും ടീച്ചർ ചോദിച്ച വഴിക്ക് ആൻസർ പറയാൻ പറ്റണം. നമ്മൾ പുലിയുടെ കാര്യം പറഞ്ഞോളൂ. എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് പുലിയെ ആദ്യം ഒരു വളയത്തിന്റെ ഉള്ളിൽ കൂടെ ചാടി, വെറുതെ വളയത്തിനുള്ളിൽ കൂടെ പതുക്കെ ചാടിച്ചിട്ട് അവസാനം വളയം മാറ്റി വെച്ചാലും പുലി എന്ത് ചെയ്യും? അങ്ങനെ തന്നെ ചാടും. അതെന്താണ്? ട്രെയിനിങ് അല്ലേ? അതുപോലെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വളയമാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ഇത്. ഇത് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് കണക്ക് പഠിക്കാം അല്ലെ? ഈ കണക്ക് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഉപകാരം? എന്തുപകാരം? പെട്ടെന്ന് ആൻസർ പറയും, ടീച്ചറെ ഞെട്ടിക്കും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അബാക്കസ് പഠിക്കുന്നത് അല്ലേ? ടീച്ചർ കുറെ അധികം കണക്കുകൾ വെച്ച് തരും. ടീച്ചർ എഴുതി കൈ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. പറ്റും. എങ്ങനെയാണ് നമ്മളിവിടെ ട്രെയിൻ ചെയ്യുന്നത്? 1 മിനിറ്റിനുള്ളിൽ 10 കണക്ക് ചെയ്യാനാണ്. 10 കണക്ക് എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യകള് ഒരു 4 സെറ്റ് ഉള്ള 10 കണക്കുകൾ. ഇതാണ് നമ്മള് 1 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ മാസ്റ്റർ, നിങ്ങൾ ആരാണ്? പുലികളാണ്. റിംഗിൽ ചാടിക്കും ഞാൻ. അത് കഴിഞ്ഞാൽ 12 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങള് റിംഗില്ലാതെ ചാടും. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? എന്താ അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇരിക്കുന്നേ? അതെ. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള റിംഗ് വേറെയാണ്. അതായത് ഒരു ടൂളുണ്ട് നമ്മുടെ സ്കൂളിൽ ഗാമയാണ്. അതൊന്ന് ഇതാണ് നമ്മുടെ ടൂള്. നമ്മൾ ബീഡ്സ് അബാക്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടൂള്. കുട്ടികളുടെ കയ്യില് നമ്മൾ പറഞ്ഞ പോലെ മാസ്റ്റർ റിങ് വെച്ച് ചാടിക്കുന്ന ആ ഒരു ഐറ്റം ഇതാണ്. കുട്ടികൾ വിരൽ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു ഐറ്റം ഇതിൽ ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിലാണ് ഫാസ്റ്റ് ആവുന്നത്. അതായത് ബീഡ്സിന്റെ വാല്യൂ ഉണ്ടാക്കുന്ന വസ്തു, അതായത് ഇതിനെ വാല്യൂ ബാർ എന്ന് വിളിക്കുന്നു. നമ്മൾ സാധാരണ
നമ്മൾ അബാക്കസ് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെ സ്ലൈറ്റിന്റെ സൈഡില് പഴയ സ്ലൈറ്റിന്റെ പുറകെ സൈഡിലായിട്ട് ഒരു കോലുണ്ടായിരുന്നു. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അല്ലെ എന്ന് പറഞ്ഞു. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബീഡ്സുകൾ, അതായത് ഈ കുഞ്ഞു കുഞ്ഞു മണികളെ ബീഡ്സ് എന്നാണ് പറയാ അല്ലെ? മാലയിലുള്ളതും ബീഡ്സ് തന്നെ അല്ലെ? അപ്പൊ ഇതൊക്കെ ബീഡ്സുകളാണ്. ഈ ബീഡ്സ് ആണ് നമ്മളെ എന്തിനു പഠിപ്പിക്കുന്നത്? എണ്ണാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാ ബീഡ്സ് മുട്ടുമ്പോഴാണ്, അതായത് ടച്ച് ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വാല്യൂ ഉണ്ടാവുന്നത്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്നത് ഓരോ ടീമും, അതായത് അബാക്കസിന്റെ ഓരോ ടീമും വ്യത്യസ്ത രീതിയിലായിരിക്കും പറയാം. പക്ഷെ ചെയ്യുന്ന നിയമങ്ങളൊക്കെ ഒരുപോലെ. അപ്പൊ ഈ ബീഡ്സിന്റെ സെന്ററിൽ നിന്നാണ് ടീച്ചർ കണക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ടൂളിന്റെ സെന്റർ. ഓക്കെ, വലുതിന്റെ അല്ല ചെറുതിന്റെ കാര്യമാണ് ടീച്ചർ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ടീച്ചർ സെന്റർ ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? ഓക്കെ, ഇതാണ് 1, 2, 3, 4. ഓക്കെ, അപ്പൊ 5 ശരിക്കും പറഞ്ഞാലേ ഇത് 5 അല്ല 9. കാരണം എന്താ പറയോ? ഈ ഒരൊറ്റ ബീഡ്സ് ആണ് 5. ഓക്കെ, നമ്മൾ 10 വരെ എടുത്ത് ആദ്യം ലോവർ ബീഡ്സ് ആയി 4 ബീഡ്സ്, അപ്പർ ബീഡ്സ് ആയിട്ട് 1. അങ്ങനെയാണ് 9 കവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 9 ആയില്ലേ? അല്ലേ 9 അല്ലേ ഇത്? അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? 9 അല്ലേ? അറിയുന്നോ? ഇതാണ് വാല്യൂ ബാർ, അതായത് ബീഡ്സിന് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ സെന്ററിൽ നിന്നാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതും കൂടി ആയാലേ 9 ആണ്. അതായത് അപ്പർ ബീഡ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇതോ ഇതോ 3, ഇതോ 4, ഇതോ സൗണ്ട് ഇല്ലാത്തവരാരാണോ അവരോട് മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂ. സൗണ്ട് ഇല്ലാന്നാണ് അപ്പൊ എന്തേ? അപ്പൊ ഒറ്റ പറഞ്ഞത് ടീച്ചറൊക്കെ ആഡ് ചെയ്യാൻ കാട്ടി തന്നു. അപ്പൊ ടീച്ചർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ബീഡ്സ് ആഡ് ചെയ്യും. കാണാനില്ലേ? ഓക്കെ, ആഡ് 1 എന്ന് പറഞ്ഞാൽ 1 ബീഡ്സ് കൂടി ആഡ് ചെയ്തു. അവര് വീട്ടിലെന്തോ ബേസിക് പഠിക്കുന്ന അല്ലെങ്കിൽ കിഡ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടോ ഫണ്ടമെന്റലിന്റെ പേപ്പർ സ്കോളർച്ചാരി എടുക്കണം. അതുവരെ എടുത്ത് കൊടുത്തായിരിക്കും. കുട്ടി കണക്ക് ചെയ്യാൻ ഇരിക്കുമ്പോ ഇത് പറ്റില്ല, ഇത് പറ്റില്ല, നോട്ട്സ് വല്ലതും ഉണ്ടാ. പഠിക്കൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരു റിംഗ് മാസ്റ്ററെ പോലെ പുലിയെ ചാടിക്കുന്ന ഒരു കലാവിധി അല്ലേ? ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ ടൂളില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എപ്പോഴും ഈ ടൂൾ പോയിട്ട് അല്ലേ? ഇല്ലേ? ഇവിടെ 10 ആണോ അല്ലേ? ഇതല്ലടാ 5. ആ, ഇത് 5. പിന്നെ ഉണ്ടോ അവിടെ റോഡ്? ആ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 10 എങ്ങനെ എഴുതുക? 10 എങ്ങനെ എഴുതുക? 1, 0 അല്ലേ? 10. അപ്പൊ ഇതൊക്കെ 0 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെ പൊക്കിയാൽ 10 ആയില്ലേ? ഇല്ലേ? ആയില്ലേ? ആയി അല്ലേ? ഇവരാണ് 10. അതായത് 1, 0 ആണ് 10 എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇല്ലേ? ഇതാണ് 10.
50. അതായത് ടീച്ചർ പറഞ്ഞു ഈ കുത്തിന്റെ മുകളിലത്തേതാണ് പറയുന്നത്. ഇത് 50 ആവും. ഓക്കെ സെറ്റ്. ഇത് എത്ര പേര് മനസ്സിലായി? 20 20 50. ഓക്കെ അതായത് ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ആണ്. 90 അല്ലേ? 90 90. ഓക്കെ സെറ്റ് അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ ഇപ്പൊ ഇത് 40. ഇനി ശ്രദ്ധിക്കുക ടീച്ചർ ജിസ്നിയ അതുകൊണ്ടാണ് സ്മാർട്ടായ അങ്ങനെ ഓക്കെ ടീച്ചർ പറയാണ് ആഡ് 1 ആഡ് ചെയ്തേ ആഡ് 2 വെരി ഗുഡ് കൈയടിച്ചു. പാടില്ല ടീച്ചർക്ക് ഫ്രണ്ടിൽ കൂടെ കറക്റ്റ് സ്ഥലം തന്നെ ടീച്ചർ അതിൽ വരും അല്ലെങ്കിൽ ടീച്ചർ വരില്ലേ ഓക്കെ ഓക്കെ ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ ഇതുപോലെ ടൂള് നീക്കാൻ പറയും ആ ശക്തി ഇല്ലെങ്കിൽ ശരിയാവില്ല ആഡ് 4 add 5 add 2 കുട്ടിക്കിലോ ചോറുണ്ടാ വരുമ്പോ അമ്മ അത്രയും കഴിച്ചാ വരുമ്പോ അതായത് ആ ബാക്കി ക്ലാസ്സിൽ വരുമ്പോ add 6 add 6 add 7 ഫുഡ് കഴിച്ചതില്ലേ അല്ലേ ഓക്കെ ഇനി നമ്മളൊക്കെ ആഡ് ചെയ്യാൻ പഠിച്ചല്ലേ ആഡ് ചെയ്യാൻ പഠിച്ചില്ലേ ഓടിപ്പോവാ വേണ്ട 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 ഓക്കെ നിങ്ങൾക്ക് കാണാനില്ലേ ഇവിടെ നമ്മളിപ്പോ ആഡ് ചെയ്യാൻ പഠിച്ചല്ലേ ആഡ് ചെയ്യാൻ പഠിച്ചില്ലേ ഓക്കെ ഇനി നമ്മൾ ലെസ് ചെയ്യാൻ പഠിക്കണ്ടേ അല്ലേ നമ്മൾ എങ്ങനെ ലെസ് ചെയ്യാൻ പഠിക്കുക add 3 less 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും 1 അങ്ങനെയല്ലേ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ ബീറ്റ്സിനെ നെഗറ്റീവ് ഓക്കെ ലെസ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ ലെസ് 2 ഓക്കെ അപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ add 4 less 2 ഓക്കെ add 7 എന്താണ് വീട്ടില് ഫുഡ് എന്തായിരുന്നു ഇഡലി എത്ര കഴിച്ചു ലെസ് 2 ഓക്കെ add 1 less 1 add 5 less 2 less 2 എത്രയാ 2 എന്ന് പറയുമ്പോൾ എന്തിനാ 7 പോകുന്നത് ഓക്കെ ഇപ്പൊ 6 7 അല്ലേ അതായത് നമ്മളോട് എത്ര സംഖ്യ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യും ഇതിന്ന് ആഡ് ചെയ്തും ലെസ് ചെയ്തും മാറ്റും ഇല്ലേ നോക്കാം ഓക്കെ add 5 add 2 less 1 എത്രയാ ചെറിയ ചെയ്യാം എല്ലാവരും കണ്ടല്ലേ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം ഓക്കെ ഒരു 10 പ്രാവശ്യം ബ്രീത്ത് ചെയ്യും
breathe out. Breathe in. നീട്ടി വെച്ചോട്ടാ. Breathe out. Breathe in. 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 Add one. Left. Two. ആരാണ് വന്നിരിക്കുന്നത്? കണ്ണടച്ചിരി. കണ്ണടച്ചിരി. ഓക്കെ, എല്ലാവരും കണ്ണടച്ചല്ലേ ഇരിക്കുന്നത്? ഓക്കെ. Add four. Left one. Add one. Left two. One ആണോ എഴുതിയത്? One ആണോ എഴുതിയത്? കഥ പറയട്ടെ. ഓക്കെ. കണ്ണോളൂ. ആവട്ടെ, എത്ര പേർക്ക് മെമ്മറി പവർ കഥ എങ്ങനെയാ നമ്മൾ ഇമാജിൻ ചെയ്യും അല്ലേ? ബുക്കിൽ വായിക്കുന്നത് നമ്മൾ നന്നായിട്ട് മനസ്സിലാവും. കഥ കാണുന്നതിനേക്കാൾ സൂപ്പറാണ് ബുക്ക് വായിക്കുമ്പോൾ. എങ്ങനെയാണ് ബുക്ക് വായിക്കാത്തത്? അവിടെ ഇവിടുന്ന് ബുക്ക് വായിക്കുക അത്രയും. അപ്പോൾ ടീച്ചർ ഒരു കഥ പറയാം. ടീച്ചർ അച്ചാച്ചൻ ടീച്ചർക്ക് പറഞ്ഞു തന്നൊരു കഥ. ഓക്കെ, ഞങ്ങളൊക്കെ ചെറുപ്പത്തില് അച്ചാച്ചൻ്റെ അടുത്ത് കിടന്നുറങ്ങി അമ്മമാരൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ടീച്ചർ എഴുതുന്നത് കുട്ടിക്കാലം. ഓക്കെ, അപ്പോൾ ടീച്ചർ അച്ചാച്ചൻ ഒരു കഥ പറഞ്ഞു. ഒരു കഥയല്ല, ഒരുപാട് കഥ പറയും. കാരണം എന്താ? ഓർക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടി എന്ന് പറയും. എന്നിട്ട് ഉറങ്ങുമ്പോ ഒക്കെ മിണ്ടാതെ ആവുമ്പോഴാണ് അച്ചാച്ചൻ കഥ നിർത്തുക. അപ്പൊ ഒരു ദിവസം ഒരുപാട് കഥ പറയിപ്പിക്കും. അപ്പൊ അതിൽ ഒരു കഥ അച്ചാച്ചൻ പറഞ്ഞു ഒരു കഥ, ഒരു പങ്കുണ്ണിയുടെ കഥ. പങ്കുണ്ണി എന്ന് പറയുന്നത് ഒരു കർഷകൻ. കർഷകൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറികള് ഉണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരാൾ അല്ലെ, ഒരു കർഷകൻ. അപ്പൊ ഈ പങ്കുണ്ണി എങ്ങനെയാന്ന് വെച്ചാല് സ്വന്തം പാടത്ത് അല്ലെങ്കിൽ പറമ്പില് കൃഷി ചെയ്ത് അതിനുണ്ടാകുന്ന ഫലങ്ങൾ പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യും? ആളുടെ കാളവണ്ടിയിലാക്കി കാളവണ്ടിയിൽ നിറച്ച് പങ്കുണ്ണി കാളവണ്ടി ഇങ്ങനെ ഓടിക്കും. എങ്ങനെ? കാളനെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാളവണ്ടി കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയുണ്ടാ? ഒരു കാളവണ്ടി എങ്ങനെയാ? ഒരു കാളവണ്ടി. ആ കാളവണ്ടിയില് നിറച്ചും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പച്ചക്കറികള്, പഴങ്ങള് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പങ്കുണ്ണി എന്ത് ചെയ്യും? പങ്കുണ്ണി ഇത് ഒരു കാടിനപ്പുറമുള്ള ഒരു ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അപ്പൊ പങ്കുണ്ണി പോവാണ്, എന്നിട്ട് പോവാ. ഇങ്ങനെ പോവുമ്പോ കാണുന്നത് മല കടന്ന് അങ്ങനെയാണ് നമുക്ക് പോകണ്ടില്ല. കാറും ബസ്സൊക്കെ ഉണ്ട് അല്ലെ? ഇതൊരു കഥയാണ്. ഓക്കെ, ഇങ്ങനെ പോയി കച്ചവട ചന്തയിൽ എത്തിയപ്പോ പങ്കുണ്ണിയുടെ കാളവണ്ടിയിലെ പച്ചക്കറികളില്ല, പഴവർഗ്ഗങ്ങളില്ല. ഓക്കെ, അപ്പൊ പങ്കുണ്ണി എന്തുണ്ടാവും? പങ്കുണ്ണിക്ക് സങ്കടം വരും ഇല്ലേ? അപ്പൊ പങ്കുണ്ണി എന്ത് ചെയ്തു? എന്ന് കരയാൻ തുടങ്ങി. എങ്ങനെയാ? രാവും പകലും ഇല്ലാതെ പാടത്തും പറമ്പലും പണിയെടുത്ത് അല്ലെ, ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരിക, ചായ കൊണ്ടുവരിക, കഞ്ഞിവെള്ളം കൊണ്ടുവരിക കുടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? പണി ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലെ? അതുണ്ടാക്കിയ പങ്കുണ്ണിയുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയാണ് എന്ത്? ഈ കാളവണ്ടിയിൽ നിറച്ചുണ്ടായിരുന്നത്. ചന്തയിലെത്തിയപ്പോ ഇതൊന്നും കാണാനില്ല. പിന്നെ പങ്കുണ്ണിക്ക് സങ്കടം വരാതിരിക്കോ? ഇത് വിറ്റിട്ടുള്ള കാശ് കൊണ്ട് വന്നിട്ട് വേണം നിങ്ങളെ പോലെയുള്ള പങ്കുണ്ണിയുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉടുപ്പുകളോ അല്ലെ ബാഗോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ. അവർക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പൊ അങ്ങനെ പങ്കുണ്ണി കച്ചവട ചന്തയിലെത്തിയപ്പോ ഇത് കാണാതെയായപ്പോ പങ്കുണ്ണി കരയാൻ തുടങ്ങി. അപ്പൊ പങ്കുണ്ണി കരച്ചില് നിർത്തുന്നില്ല, നിർത്താണ്ട് കരയാ. വയസ്സായ മനുഷ്യൻ അല്ലേ? ആള് കരയാൻ തുടങ്ങി. അപ്പൊ ഒരു മണ്ണവാടി അപ്പൂപ്പൻ ആ വഴിക്ക് വന്നു. ആള് ചോദിച്ചു, എന്താ പങ്കുണ്ണി, എന്തിനാ നീ കരയുന്നേ എന്ന് പറഞ്ഞോട് കൂടി
നോക്കിയിട്ട് നമ്മളങ്ങനെ ഒന്നും മിണ്ടാണ്ടിങ്ങനെ സങ്കടം തിങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. ആ നേരത്തെ ഒരാള് എന്തേ മോളെന്ന് ചോദിച്ചാ പൊട്ടിക്കരയില്ലേ. അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അപ്പൂപ്പ ഞാൻ കൊണ്ടുവന്ന എന്റെ കാളവണ്ടിയിൽ പച്ചക്കറികൾ ഒന്നും കാണാനില്ല. അപ്പൊ പങ്കുനെ അച്ചക്കറിയെ വന്നു ചോദിക്കുന്നവരുണ്ട് ദോഷികൾ. കാരണം എന്താ, വേറെ കാളവണ്ടി ആരെങ്കിലും ഊന്നിക്കൊണ്ടിരുമോ അല്ലെ? പച്ചക്കറികളൊക്കെ നിറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ നിറച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. അവ വാദിക്കുന്നു. എങ്കിൽ ശരി പങ്കുണ്ണി, ഒരു കാര്യം പറയാം, ഒരു മന്ത്രം ചൊല്ലി തരാം. പങ്കുണ്ണി കച്ചവട ചന്തയിലേക്ക് വരുന്ന വഴിയില് ഉടനീളം ഇത് ചൊല്ലി വരാം. എന്തായിരുന്നു അത്? ഒട്ടട്ടങ്കിട് ഒട്ടട്ടെ, തട്ടിപ്പായാൽ ഒട്ടട്ടെ. ഓക്കെ, ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലി കൊടുത്തു. പങ്കുണ്ണി എന്ത് ചെയ്തു? കാളവണ്ടിയില് ഇതെല്ലാം നിറച്ച് ഇങ്ങനെ വരിക. വരുമ്പോ പങ്കുണ്ണിക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ പങ്കുണ്ണി ഇങ്ങനെ ഈ പാട്ട് പാടിയിട്ട് ഒട്ടട്ടങ്കിട് ഒട്ടട്ടെ, തട്ടിപ്പായാൽ ഒട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു. ഈ കാടും മലയും ഒക്കെ കടന്ന് കച്ചവട ചന്തയിലേക്ക് എത്തിയപ്പോ പങ്കുണ്ണിയുടെ കാളവണ്ടിയുടെ പുറകില് ഒരു ജാഥ. ഇത് ജാഥ ജയ് ജയ് എന്ന് വിളിച്ചിട്ട് ആൾക്കാർ പോയില്ലേ, അതുപോലെ ഒരു ജാഥ. എന്താ ജാഥ? ആന, മയില്, കുതിര, പുലി, എല്ലാ മൃഗങ്ങളുടെയും നീണ്ട ജാഥ. എല്ലാവരും നിങ്ങളിങ്ങനെ കാണാനുണ്ടോ? കാളവണ്ടിയിൽ ഒട്ടിപ്പിടിച്ച് ഓരോ മൃഗങ്ങൾ വിടണേ വിടണേ എന്ന് പറഞ്ഞിട്ട് കഥയാണേ. അങ്ങനെ ഓടിയിടുന്നു, എന്റെ വീട് പങ്കുണ്ണി, എന്റെ വീട് പങ്കുണ്ണി എന്ന് പറഞ്ഞിട്ട്. മയില്, കിളികള് എല്ലാവരും. കാരണം എന്താണെന്നറിയോ? ഈ കാട് കടന്നാണ് വരികയെന്ന് പറഞ്ഞു അല്ലെ? കാട് കടന്ന് വരുമ്പോ ഇതെല്ലാം ഈ കൊട്ട നിറയെ സാധനങ്ങൾ ഇരിക്കുന്നത് മൃഗങ്ങൾ കാണുന്നുണ്ട്. ഓരോരുത്തർ ഇത് എടുത്തു കൊണ്ടുപോകുന്നതാ. പഴങ്ങൾ വന്ന് കുരങ്ങന്മാരെടുക്കും. ആ നേരത്താണ് പങ്കുണ്ണി ഈ മന്ത്രം ചൊല്ലുന്നത്. അപ്പൊ അവിടെ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ ഒരു രക്ഷയില്ല. ഇങ്ങനെ കച്ചവട ചന്തയിൽ എത്തിയപ്പോ പഴവർഗ്ഗങ്ങളുണ്ട്, മൃഗങ്ങളും ഉണ്ട്. അപ്പൊ പങ്കുണ്ണി ഇത് എന്താ ഈ കഥ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം അല്ലെ? വണ്ടി നിറയെ നിങ്ങൾ ഇന്നവരെ കണ്ടിട്ടുണ്ടോ? വണ്ടിയും അങ്ങനെ തൊട്ട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ ഒട്ടിപ്പിടിച്ചിട്ട്? ഇല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ നിന്ന് പിടിക്കാൻ വേണ്ടി വരുമ്പോ ഇത് മുടിക്കും അല്ലെ? ഇങ്ങനെ ഒട്ടി മൃഗങ്ങൾ. ഓക്കെ, കാണാം അല്ലെ? നിങ്ങൾക്ക് മനസ്സില് മന്ത്രവാദി അപ്പൂപ്പ എന്ത് പറഞ്ഞു? നിന്റെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഈ മൃഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? തിന്നുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യോ? പങ്കുണ്ണിയുടെ അധ്വാനം പങ്കുണ്ണിക്കുള്ളതാണ്. എല്ലാ മൃഗങ്ങളും ചാടി ഓടി കാട്ടിലേക്ക് തിരിച്ചു. നിങ്ങൾക്ക് കാണാം അല്ലെ? മനസ്സിൽ എല്ലാവരെയും ഇല്ലേ? എല്ലാവരെയും കണ്ടില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ മൃഗങ്ങളെല്ലാവരും കാട്ടിലേക്ക് കയറി കച്ചവടത്തിന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സുഖമായിട്ട് പങ്കുണ്ണിക്ക് കച്ചവട ചന്തയിൽ വിൽക്കാൻ പറ്റി. ഓക്കെ, അതിഷ്ടായോ? ഉറക്കെ പറ, ഇഷ്ടായോ? ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. ആനയെ കണ്ടു, മയിലിനെ കണ്ടു, കുരങ്ങനെ കണ്ടു, കുതിരയെ കണ്ടു, എന്തൊക്കെ കണ്ടു? എല്ലാം ഉണ്ട് അല്ലേ? ടീച്ചറുടെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്ന ബീഡ്സിനെ കാണാനുണ്ടോ മനസ്സില്? വാല്യൂ ബാർ പറഞ്ഞ് ടീച്ചർ ബീഡ്സ് എന്ന് പറഞ്ഞ അല്ലേ ആ ടൂള് മനസ്സിലുണ്ട് ഇല്ലേ? ഓക്കെ, add 4 less 2 add 1 less 2 add 3 ഇപ്പൊ കണ്ട? ഓക്കെ സെറ്റ്. അതും അറബി കഴിച്ച് നന്നായി ഉറങ്ങി ഫോണിൽ നോക്കി ഇരിക്കരുത് അധികം നേരം. ഓക്കെ, നമ്മള് റൈറ്റ് ആയിരിക്കണം അല്ലെ? നമ്മള് ബുദ്ധിശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞത് എന്ത്? ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ച് നല്ല ഉറക്കം എല്ലാം വേണം. ഓക്കെ, അങ്ങനെ നന്നായിട്ട് ഉറങ്ങി കഴിക്കണം. നന്നായിട്ട് തോന്നുന്ന നേരം അമ്മ വിളിച്ചാലും 10 മണിക്ക് കുറ്റി വിളിച്ചാലും ഞാൻ എണീക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീക്കാതെ അങ്ങനെയല്ല പറയുന്നത്. എന്ത്? കൃത്യനിഷ്ഠയോടെ ഇരുന്നാൽ എന്താണ് ഒറ്റ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് അതങ്ങടെ ആഴത്തിൽ കയറും. ഓക്കെ, ഇതാണ് ടെൻസ്.
അടിപൊളി. ഇത് എന്താ 21 ആയിട്ട് തോന്നിയോ? 31. ഓക്കെ. 0. ഓക്കെ. ബ്രീത്ത് ചെയ്തതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളത് ചെയ്യാവൂ. ഓക്കെ. അപ്പൊ നമ്മുടെ മനസ്സ് സെറ്റ് 0 ആയി മാറും അല്ലേ? ഇനി എന്ത് വേണമെങ്കിലും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു പുതിയ ക്ലാസ് അല്ലേ, ജൂലൈ മാസം തുടങ്ങും, ടീച്ചർ ക്ലാസ് എടുക്കും, നിങ്ങൾ എന്ത് ചെയ്യും? ശ്രദ്ധിച്ച് കേൾക്കും. ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു കുട്ടിക്ക് വീട്ടിൽ വന്നാലേ കുറച്ചു നേരം പഠിച്ചാൽ മതി, പിന്നെ ബാക്കി ടൈമോടൊക്കെ എടുക്കുക പഠിക്കാൻ അല്ലേ? പക്ഷെ അവിടെ ശ്രദ്ധിക്കില്ല, ബുക്കിൽ ശ്രദ്ധിക്കില്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും പറ്റില്ല. കാരണം എന്താ? പരീക്ഷയുടെ തലേന്ന് ഉണ്ടാവും. അപ്പൊ അന്നന്നത്തെ കാര്യങ്ങള് അന്നന്ന് പഠിച്ച് തീർക്കണം അല്ലേ? അത് എന്ത് വേണം? പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് എനിക്ക് പോവാ, ഒരു തണുത്ത വെള്ളം കുടിക്കുക, നന്നായി ബ്രീത്ത് ചെയ്തിട്ട് ഒന്ന് പഠിക്കാൻ നോക്കുക. ബുദ്ധി തെളിയും, ആ ചോദിച്ചാൽ പഠിക്കാൻ കിട്ടും. കാരണം എന്താ? എന്താ പറയാ കാണാത്ത എന്താ പറയാ, നമ്മുടെ കാളവണ്ടിയുടെ തൊട്ടിട്ട് ആനയും മയിലിനെയും കുതിരയും ഒക്കെ നിങ്ങൾ കണ്ടു ഇല്ലേ? അല്ലേ? മനസ്സിൽ എന്ന് പറയുന്നത് അത്രയും കഴിവുള്ള ഒന്നാണ്. അത് നന്നായി ഉപയോഗിക്കണം, നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ. യെസ്. ടീച്ചർ പേര് ചോദിച്ചാ എത്ര നേരമായിട്ടാ? ടീച്ചർമാരെ പേരെന്താ? ടീച്ചർ അല്ലേ? മനസ്സില് ടീച്ചർ ആയിരിക്കും അല്ലേ? ടീച്ചറുടെ പേര് സൗമ്യ എന്നാണ്. ഓക്കെ. നിങ്ങൾ എന്നെ ടീച്ചർ എന്ന് വിളിക്കുമ്പോ എനിക്ക് എന്ത് തോന്നും? സന്തോഷം തോന്നും അല്ലേ? ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ ടീച്ചറെ. ടീച്ചറേ അല്ലേ? ടീച്ചർ സ്കൂളിൽ പോകുമ്പോ ചെറു പിള്ളേരെല്ലാവരും വന്നിട്ട് ടീച്ചറേ എന്ന് വിളിക്കും. ടീച്ചറേ. കാരണം എന്താ? ബീച്ചിൽ കാണാം എന്നെ മയക്കി എന്റെ കയ്യിൽ തൂണ് കൊണ്ട് ഒറ്റ പോക്കാൻ വരും. അതിനു വേണ്ടിയാണ്. അപ്പൊ ടീച്ചർ നമ്മുടെ നാട്ടുകാരിയാണ്. ഞാൻ വന്നിട്ട് ടീച്ചർ ഇപ്പൊ പാത്രമംഗലത്താണ് ഇപ്പൊ വീടാനുള്ള. അപ്പൊ ടീച്ചർക്ക് എന്താ ജോലി എന്ന് അറിയും. ടീച്ചർക്ക് ഇങ്ങനെ കുറെ സ്കൂളുകളിൽ പോയി ഈ അബാക്കസിനെ കുറിച്ച് ക്ലാസ് എടുത്ത് കുട്ടികളെ ക്ലാസ് എടുക്കലാണ് അവരുടെ പണി. മനസ്സിലായില്ലേ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി അവതരിപ്പിച്ചു തരാൻ പറഞ്ഞതിന് പരിപാടി അവതരിപ്പിച്ചു തന്നതിന് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരോടും വന്ന ചില കുട്ടികളെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. നല്ലത് ഒഴിവാക്കി ഞങ്ങളെ ക്ലബിൻ്റെ ഒരു പരിപാടി പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇവിടേക്ക് വന്ന എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയും. ശരിക്കും എനിക്ക് ഈ സൗമ്യ ടീച്ചർ അബാക്കസ് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.